റഷീദ്, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭാഗത്ത് പ്രകോപനപരമായ പ്രസ്താവനകളും നടപടികളും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്തരത്തിലൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. പാകിസ്ഥാൻ ആ രീതിയിൽ ഒരു തിരിച്ചടികൾ ഭയന്നിട്ടാണെങ്കിൽ പോലും ഒരു സമാധാനത്തിന്റെ പാതയും തേടുന്നുണ്ടോ? മനു, തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ചർച്ച നടന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു അവകാശവാദമായാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് താലിബാൻ അടക്കമുള്ള രാജ്യങ്ങളിലുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദവും പാകിസ്ഥാൻ്റെ ചില നേതാക്കളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതുവരെ ഇന്ത്യ കൈക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇന്ത്യ നടത്തിയിട്ടില്ല. ഇത്തരത്തിൽ ഈ ഒരു വാർത്തയിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇന്ത്യയുടെയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ അജിത് ഡോവലും അതോടൊപ്പം പാകിസ്ഥാൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അസിം മാലിക് എന്നിവർ തമ്മിലാണ് ചർച്ച നടന്നിട്ടുള്ളത് എന്നതാണ് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ഇതൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ കൂടി ചുമതലയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയില്ല. കാരണം പാകിസ്ഥാനുമായി നിരന്തരം പോരാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിലുള്ളത്. പാകിസ്ഥാൻ നിരന്തരമായിക്കൊണ്ട് 15-ാം ദിവസവും വെടിനിർത്തൽ കരാർ അടക്കം ലംഘിക്കുകയും അതോടൊപ്പം പ്രകോപന പ്രവർത്തനങ്ങളും പരാമർശങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഏത് നിമിഷവും തിരിച്ചടിക്കാനുള്ള ഒരു അനുവാദം കൂടി സേനാ വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നിലവിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇന്ത്യ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം ഏറെ നിർണായകമായിട്ടുള്ളത്.